അപ്പോൾ നമ്മളെ ഓണ സ്പെഷ്യലായിട്ടുള്ള നമ്മളുടെ പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ കിടിലും അടപ്രഥമനാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വാ, സൂപ്പർ. അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇപ്പൊ നമ്മളെ തിരുവോണമാണ്. തിരുവോണത്തിന് ഓണമായിട്ട് നമ്മൾ ഇന്ന് വരെ ഓണത്തിന്റെ റെസിപ്പിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല, സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ എന്തായാലും ഓണത്തിന് നമ്മളൊരു മധുരം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഒന്ന് നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു പായസം തയ്യാറാക്കിയാലോ? നല്ല അടപ്പായസം, നല്ല കിടുക്കാച്ചിയൊക്കെ തയ്യാറാക്കിയാലോ? അതിനു മുമ്പ് കൂട്ടുകാരെ, കാണുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്നുണ്ട്, മറക്കല്ല കൂട്ടുകാരെ. അപ്പൊ നേരെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടയൊന്ന് വേവിച്ചെടുക്കണം. ഒരു ചരുവം വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മൾ ഒരു മൊത്തത്തിൽ ഒരു 400 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പിന്റെ ആണ്. അതൊന്ന് നമുക്ക് വേവിക്കണം, ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടെടുക്കുന്ന 1 സ്പൂൺ നെയ്യാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അടുത്ത നമ്മൾ എടുത്തേക്കെന്ന് പറയാൻ ഒരു 100 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം. നമുക്ക് ശർക്കര എടുക്കണം. അതിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ശർക്കര ഒരു 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാണിച്ചോളൂ, പിടിക്കും. നമുക്കുള്ള ജോലി ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒറ്റ പരിപാടിയാണ്. അപ്പൊ നമ്മൾ അടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് ഊറ്റി കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1.5 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ അട ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. കട്ട പിടിച്ചടക്കുന്നതൊക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഒന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് അടുത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിനകത്തോട്ട് ചവ്വരിയാണ്, കുതിർത്ത് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് ഇതേ കണക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ ചേർക്കുന്ന പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവും പാലാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യത്തെ പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചുക്കുപൊടി ചേർക്കാം, പിന്നെ ചെറിയ ജീരകം പൊടി ചേർക്കാം, പിന്നെ ഏലക്ക പൊടി. ഇപ്പൊ ഞാൻ ചേർക്കുന്ന പറയാൻ കുറച്ച് പൊടി ഐറ്റം ഇല്ല. എൻ്റെ 2 ഏലക്കയും ചെറിയ ജീരകമേ ഉള്ളൂ. അത് മാത്രം ഞാൻ ചേർക്കുകയാണെങ്കിൽ കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കാം. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങാപ്പാല് രണ്ടാം പാലാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇളക്കിയെടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങയുടെ 1-ാം പാലാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാം. അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അതിനെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ടു.
ആദ്യം നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ്. അടുത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. വാ, കിടിലം അടിപൊളി അടപ്പായസം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ. നമുക്ക് സെറ്റല്ലേ? എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ കൂടുതലും വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മ ബാച്ചിലേഴ്സിനാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഉണ്ടല്ലോ, ദൂരെ പോയി ജോലിക്കൊക്കെ താമസിക്കുന്നില്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതാണ് ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പായസം ഇവിടെ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അങ്ങ് കട്ടി ആയിക്കോളും.